ബഹുമാന്യരെ, RSS നേതാവും കേസരി പത്രാധിപരുമായ ശ്രീ NR മധുജിയുടെ ഒരു പരാമർശം സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ശ്രീ മധുജി റാപ്പർ വേടൻ്റെ ചില പാട്ടുകളുടെ ഉള്ളടക്കങ്ങളും അതിൽ അദ്ദേഹത്തെ മുറിപ്പെടുത്തിയ ചില പരാമർശങ്ങളും ചർച്ചയാക്കിക്കൊണ്ട് അയ്യങ്കാളി, ബഹുമാന്യനായ ശ്രീ നാരായണ ഗുരു തുടങ്ങിയ മഹത് വ്യക്തികൾ മതേതരവാദികളാണ് എന്ന വേടൻ്റെ കണ്ടെത്തലുകളോട് പ്രതികരിച്ചുകൊണ്ട് അവർ അങ്ങനെയല്ല, തീർച്ചയായും ഹിന്ദുക്കളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോയാണ് പരാമർശിത വിഷയം. ഞാൻ ഈ ഘട്ടത്തിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അനിൽ കൊടിത്തോട്ടം. ഗുരുജി ഗോൾവക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സിൽ അതിലെ പരാമർശമനുസരിച്ച് എതിർക്കപ്പെടേണ്ട ആഭ്യന്തര ശത്രുക്കളിൽ എന്ന് RSS കരുതുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ പ്രതികരണം തികച്ചും RSSൻ്റെ പ്രഖ്യാപിത നിലപാടുകളോടും ശ്രീ മധുജി മുമ്പോട്ട് വെക്കുന്ന ആശയത്തോടുമുള്ള ഒരു തുറന്ന സംവാദമായി കണ്ടുകൊണ്ട് ഈ വസ്തുതയോട് പ്രതികരിക്കണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മധുജി പറയുന്നത് എന്താണ്? നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്രതികരണത്തിലേക്ക് ഏതോചിതം കിടക്കാം. പറയൂ മധുജി, എന്താണ് വേടൻ്റെ പാട്ടുകളിലെ അങ്ങേ വിഷമിപ്പിച്ച, അല്ലെങ്കിൽ ശശികല ടീച്ചർ പറയുന്ന പോലെ സമാജത്തിന് പരിക്കേൽക്കുന്ന, ഹിന്ദു ഐക്യതയ്ക്ക് വിഘാതം വരുന്ന ആ പരാമർശമെന്ത്, പ്രശ്നമെന്ത്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേടനല്ല, പറയനല്ല, തമ്പുരാനല്ല എന്നൊക്കെ പറയുന്ന അതേ വേടൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ അയ്യങ്കാളിയെ ഈ പാട്ടുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ദളിത പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവുന്ന ജാത്യതീതകമായ ഐക്യത്തെ അട്ടിമറിക്കാനാണ്. ഇതിനു മുമ്പേ വേടനെ പോലെയുള്ള ഒരു കഥാപാത്രമുണ്ട് 1947. ശ്രീ മധുജി പറയുന്നത് അയ്യങ്കാളി, അതുപോലെ ശ്രീ നാരായണ ഗുരു, ഇങ്ങനെയുള്ള പ്രമുഖരായ നവോത്ഥാന നായകന്മാർ മതേതരവാദികളാണ് എന്ന രൂപേണ വേടൻ നടത്തുന്ന പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അവർ പക്ക ഹിന്ദുക്കളാണ്, ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ മതേതരത്വം എന്ന പദത്തിൻ്റെ അർത്ഥം സംഘപരിവാരങ്ങൾക്ക് അത്ര കണ്ടങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലാകാത്തതിൻ്റെ കാരണം അവർക്ക് തീരെ ദഹിക്കാത്ത ഒന്നാണത്. ദഹിക്കാത്ത വസ്തുക്കളോട് ഒരകലം പാലിക്കുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മതേതരത്വം എന്ന പദമോ ആശയമോ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കാരനായിരിക്കാൻ കഴിയില്ല. യാതൊരു ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ മുസ്ലിമാകാം, ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, ബുദ്ധിസ്റ്റാകാം, ജൈനമതക്കാരനാകാം, പാർസിയാകാം. ഇത്രയും മതങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രബലമായിട്ട് ഇവിടെ ഉള്ളത്. ഇതൊന്നുമില്ലാതെയും ജീവിക്കാം. ഇങ്ങനെ നിങ്ങൾ ഏത് തട്ടിൽപ്പെട്ടാലും മതേതരവാദിയായേ പറ്റൂ. ആ മതേതരവാദം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകാം, പക്ഷേ മുസ്ലിമായേ പറ്റൂ. അതാണ് അതിനുള്ള വഴി. കാരണം അത് മതാധിഷ്ഠിത രാജ്യമാണ്, ഇസ്ലാം മതം വിശ്വസിക്കുന്നവരുടെ നാടാണ്. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോകാം, കാരണം അത് മതാധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. ഇന്ത്യ അങ്ങനെയല്ല, ഇത് മത ഇതര രാജ്യമാണ്, സെക്കുലർ കൺട്രിയാണ്. ഒരു മതവിശ്വാസിക്ക് മതേതരനാകാൻ പറ്റുമോ? തീർച്ചയായും. എന്താണ് അതിൻ്റെ അർത്ഥം? ഹിന്ദുവിന് ഹിന്ദുവായും, മുസ്ലിമിന് മുസ്ലിമായും, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായും, നിരീശ്വരന് നിരീശ്വരനായും ജീവിക്കാൻ സാധിക്കുന്നത് അപരമതത്തിൽപ്പെട്ടവൻ ആയ നിങ്ങളുടെയോ എൻ്റെയോ സൗജന്യം കൊണ്ടല്ല, അതവൻ്റെ സ്വാതന്ത്ര്യമാണെന്നും മറ്റുള്ള ആളുകൾക്ക് പരിക്കേൽക്കാതെ, സോഷ്യൽ ഫാബ്രിക്കിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഏതുതരം വിശ്വാസം കൈയാളാനും എപ്പോൾ വേണമെങ്കിലും അത് ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള പൗരൻ്റെ സ്വാതന്ത്ര്യമാണ് വിശാല അർത്ഥത്തിൽ ഈ മതേതരത്വം. അപ്പം മതേതരത്വം എന്ന് പറയുന്നത് ഒരു മതവിശ്വാസിക്കാകാം, ആയേ പറ്റൂ.
അതിൻ്റെ അർത്ഥം എന്താ? ഈ മതേതരത്വവും മതപരിവർത്തനവും തമ്മിൽ ഏതാണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെയുള്ളൊരു തരത്തിലാണ് പലപ്പോഴും RSSകാർ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളൊരു മതേതരവാദി ആണെങ്കിൽ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഈ മതപരിവർത്തനം മാത്രമാണോ നിരോധിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പരിവർത്തനം തെറ്റല്ലേ? രാഷ്ട്രീയ പരിവർത്തനം ശരിയാകുന്നപ്പോഴാണ് എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ആശയങ്ങളോടോ അതിൻ്റെ പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങളോടോ പ്രവർത്തന രീതിയോടോ വിയോജിപ്പ് വരുമ്പോൾ BJP ആയിക്കൂടെ? അങ്ങനെയാണല്ലോ നമ്മൾ ഹേമന്ത വിശ്വാസ് അടക്കമുള്ള എത്രയോ പേര് ഇത്തരത്തിൽ രാഷ്ട്രീയ വീക്ഷണം മാറിപ്പോകുന്നു. ഇനി BJP ആണ് കുറേ മോശമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് CPM ആയിക്കൂടെ? ഇനി CPMനോട് വിയോജിപ്പുള്ള ഒരാൾക്ക് കോൺഗ്രസ് ആയിക്കൂടെ? ഇത് രാഷ്ട്രീയ പരിവർത്തനം പോലെ തന്നെ ഒരുവൻ്റെ ചിന്താപരതയുമായി ബന്ധപ്പെട്ടതാണ്. ഏത് മതം ഉൾക്കൊള്ളണം, മതത്തെ എവിടെ കൊണ്ട് നിരസിക്കണം, മതത്തെ ഏതളവിൽ ഉൾക്കൊള്ളണം, ഇതൊക്കെ വ്യക്തിയധിഷ്ഠിതമാണ്. ഇത് ഭരണഘടനാദത്തമായ അവകാശവുമാണ്. അത് അംഗീകരിക്കാൻ ഒരു RSSകാരന് കഴിയാത്തത് ഇന്നത്തെ പുതിയ പ്രവണതയല്ല. RSS രൂപപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? ഈ രാജ്യത്തെ ചിത്പവൻ ബ്രാഹ്മണന്മാർ അനുഭവിച്ചു പോന്ന ചില സുഖസൗകര്യങ്ങൾ ജനാധിപത്യം ശക്തിപ്പെടുമ്പോൾ ക്രമേണ നഷ്ടമാകും എന്നവർ കരുതി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം തൊട്ട് കമ്പനിയുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ ഇവർക്ക് ചില ഗുണഗണങ്ങൾ കിട്ടി. തെറ്റിദ്ധരിക്കരുതേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഏറ്റവും ഗുണമുണ്ടായൊരു സമൂഹം ഈ രാജ്യത്തിലെ സവർണ ഹിന്ദുക്കളാണ്. അവരെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതും അവർക്ക് ഇന്ന് കാണുന്ന മാന്യതയിലേക്ക് വളരാൻ പഠിപ്പിച്ചതും ഒക്കെ തന്നെ വിദേശികളായ ഈ സായിപ്പന്മാരാണ്. ഇനി മറ്റൊന്നുകൂടി, ശ്രീ മധു സാറിൻ്റെ അല്ലെങ്കിൽ മധുജിയുടെ RSSൻ്റെ പ്രവർത്തകർ ഇന്ന് അണിയുന്ന കാവ്യനിക്കറും അവർ കാണിക്കുന്ന കവാത്തും ഇതെല്ലാം പോയിട്ട് BS മുഞ്ച് പഠിച്ചത് എവിടെ നിന്നാണ്? അത് മുസോളിനി സാഹിബിൻ്റെ കയ്യിൽ നിന്നാണ്. ബെനിറ്റോ മുസോളിനിയുടെ നിക്കറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രൗസർ ഇട്ടാണ് ഈ രാജ്യത്ത് വന്ന് ഈ കവാത്തെല്ലാം നടത്തുന്നത്. അവരെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഘടകം ആര്യന്മാരെന്നുള്ള സങ്കല്പമാണ്. ലോകത്തെ ഭരിക്കാൻ ആര്യന്മാരാണ് നിയോഗിക്കപ്പെട്ടത് എന്നുള്ള ഒരു സവർണ ബോധത്തിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്നറിയാം. ഇവർ കൂടെ ഇങ്ങനെ സ്വദേശി എന്ന് പറയും. പക്ഷേ ട്രൗസർ എടുക്കേണ്ടി വരുമ്പം അത് ബെനിറ്റോ മുസോളിനിയുടെ ട്രൗസർ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അടിവസ്ത്രം ധരിക്കേണ്ടി വരുമ്പോൾ അത് സായിപ്പിടുന്ന ജട്ടി ധരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ ഭാരതീയമായ ചിന്ത പറഞ്ഞുകൊണ്ട് ആ പഴയ കൗവീനമോ അല്ലെങ്കിൽ പാളയോ കെട്ടിവെച്ചുകൊണ്ടൊന്നുമല്ല ഇന്നത്തെ ഈ കവാത്തൊന്നും നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ സായിപ്പിനോട് ഒട്ടി നിന്നുകൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കുക, അവസരം വരുമ്പോൾ സായിപ്പിൻ്റെ മുമ്പിൽ ഒന്ന് കവിണ്ണ് വീഴുക, എന്നിട്ട് സായിപ്പ് പോയി കഴിഞ്ഞാൽ ഈ RSSകാർക്ക് ഇത്ര ധീരതയോടെ സായിപ്പിനെ വിമർശിക്കാനൊക്കെ ഉള്ള ഒരു ശ്വാസം നേരെ വീണത്. അതിനുമുമ്പ് എന്താ ചെയ്തത്? പ്രമുഖനായ സവർക്കർ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഒരു മാപ്പവേഷ കൊണ്ട് വളരെ പേരുകെട്ട ആളുകാണല്ലോ സവർക്കർ. അപ്പോൾ സവർക്കർജി ചെയ്ത ഒരു മാപ്പിൽ രസകരമായൊരു പ്രയോഗമുണ്ട്. അതെന്താണ്? ഞങ്ങൾ അല്ലയോ ബ്രിട്ടീഷ് രാജ്ഞി, ഈ മുടിയൻ പുത്രനോട് അങ്ങ് മാപ്പാക്കണം. അപ്പോൾ മുടിയൻ പുത്രൻ എന്നത് ബൈബിളിലൊരു ക്യാരക്ടറാണ്, പ്രോജിഗൽ സൺ. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന രസകരമായൊരു ഒരു വസ്തുതയുടെ വിശദീകരണമാണ്. യേശു പറയുന്ന ഒരു ഉപമയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ഈ പ്രോഡിഗൽ സൺ മടങ്ങി വരുന്നുണ്ട്, അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൻ അയാളെ സ്വീകരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. തെറ്റുതിരുത്തി വരുന്ന മകനെ ഉൾക്കൊണ്ടു പോകുന്ന ഒരു പിതൃസഹജമായ സ്നേഹത്തിൻ്റെ ഗാഠബന്ധമാണ് യേശു ആ ഉപമയിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എടുത്തിട്ട് സവർക്കർ സ്വന്തം ജീവിതത്തെ ഈ പ്രോഡിഗൽ സണ്ണിനോട്, മുടിയൻ പുത്രനോട് ഉപമിച്ചിട്ട് രാജ്ഞിക്ക് മാപ്പപേക്ഷ എഴുതുക. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ RSS മേധാവിക്ക് ഒരേ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി അമ്മയാകുന്നു, നാട്ടിൽ വരുമ്പോൾ പശു അമ്മയാകുന്നു. ആലോചിച്ച് നോക്കി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യം പോലെ ഇങ്ങനെ അമ്മയെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പറയും ഭാരതം വേറൊരമ്മയാണ്, പശു ഒരമ്മയാണ്, ബ്രിട്ടീഷ് രാജ്ഞി ഒരമ്മയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകൾക്ക് ഇനി എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നതെന്ന് ചോദിച്ചാൽ അത് രസകരമാണ്. ഒരാൾ ഈ സംഘപരിവാരത്തിലേക്ക് ചേരുക പുതുതായിട്ട്, അന്നേരം മുതൽ അദ്ദേഹത്തിന് പ്രത്യേക തരത്തിലൊരു ബോധം വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സുരേഷ് ഗോപി. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റർ ബിരുദമുള്ള ആളാണ്. ഇവർക്ക് എത്ര ബിരുദം കിട്ടിയാലും ബിരുദാനന്തര ബിരുദം കിട്ടിയാലും ചിലതരം ചേഷ്ടകളും രീതികളും ഒന്നും മാറില്ല. ആ മനുഷ്യൻ്റെ ചിലതരം പ്രസ്താവനകൾ കണ്ടില്ലേ? വരും ജന്മത്തിൽ ശൂദ്രനായ തനിക്ക് എങ്ങനെ ജനിക്കണം? ഒരു ബ്രാഹ്മണനായി ജനിച്ച് പൂണൂല് കിട്ടിയിട്ട് അയ്യപ്പ വിഗ്രഹത്തെ തഴുകണം. നോക്കണം, ഈ അയ്യപ്പ വിഗ്രഹം തന്നെ നമ്മുടെ സജീവൻ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട സജീവൻ, അദ്ദേഹം DC ന്യൂസിൽ പുറത്തിറക്കിയിട്ടുള്ള
ഒരു പുസ്തകമുണ്ട്. അതിൽ അയ്യപ്പൻ എന്ന ആൾ തന്നെ മലയരയ ദേവനാണ്. ഈ മലയരയ ദേവന് അവർ തേനും പാലുമൊക്കെ കൊണ്ട് നിവേദ്യമർപ്പിക്കുന്ന ചടങ്ങ് വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിക്കൊണ്ട് തികച്ചും ആന്ധ്രയിൽ നിന്ന് കുടിയേറിയ ബ്രാഹ്മണരെ തന്ത്രികളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ പക്കലേക്ക് ഈ ക്ഷേത്രമെല്ലാം വിട്ടുകൊടുത്ത് ഇതെല്ലാം സ്വന്തമാക്കിയിട്ട് ഒരു ദലിത് ദേവനായിട്ടുള്ള അയ്യപ്പനെ കൂടി ഹൈജാക്ക് ചെയ്ത് ഇങ്ങനെ ബ്രാഹ്മണന്മാർ അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് സജീവനെ പോലെയുള്ള നമ്മുടെ നാട്ടിലെ മലയരയർക്ക് ഒരു ദൈവം നഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആ പൗരോഹിത്യപരമായ അധികാരം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത കാലത്തൊക്കെ ഒത്തിരി ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് മനുഷ്യനാകാനുള്ള അല്ല ആഗ്രഹം, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ബ്രാഹ്മണൻ വാഴ്ത്തിയാലേ അല്ലെ അവൻ പൂജിച്ചെങ്കിൽ മാത്രമേ പൂജ ഫലവത്താവൂ എന്നുള്ള സവർണബോധം ഇപ്പോഴും ഹൃദയത്തിൽ കിടക്കുകയാണ്. വരും ജന്മത്തിൽ ഇങ്ങനെ ഒന്നാകണമെന്നുള്ള കൊതിയോടുകൂടി ജീവിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ വന്നപ്പോഴാണ് എന്ന് സംഖ്യയായി അന്നു മുതലാണ് ഈ ചിന്ത വരുന്നത്. ഏതായാലും നമ്മുടെ മാന്യദേഹം മധുസാറ് എന്തൊക്കെയാണ് പറഞ്ഞു വിടുന്നതെന്ന് നിങ്ങൾ കേട്ടു. അതിൽ വേടൻ്റെ പാട്ടുകളിൽ ഒരപകടം പതിയിരിക്കുന്നു. വേടൻ പറയുന്നത് ഹിന്ദുക്കൾക്കിടയിലെ ഐക്യത നശിക്കും. അതെങ്ങനെയാണ് സാർ? നീ തമ്പുരാനല്ല, ഞാൻ പാണല്ലല്ല, ഞാൻ പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനും അല്ല ആണെങ്കിൽ തമിഴൻ തലമുടിക്ക് പറയുന്ന ആ പദം എടുത്തിട്ട് പറയാ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് മതേതരത്വം തകരുന്നത്? എവിടെയാണ് സമാജത്തിന് പരുക്ക് പറ്റുന്നത്? സമാജത്തിന് എന്ത് ചുക്കാണ് പറ്റുന്നത്? പ്രത്യേകിച്ചൊരു ചുക്കും പറ്റത്തില്ല. കാരണം എന്താ? സമാജത്തിൽ ഇതെല്ലാം ഉണ്ട്. സമാജം ഇങ്ങനെയല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. സമാജത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? നിങ്ങളുടെ വെള്ളം കോരികളോ വിറക് വെട്ടികളോ ആയിട്ട് ഇങ്ങനെ കാവ നിൽക്കുന്ന കുറേ മനുഷ്യരെ കൊണ്ടുവരും. നിങ്ങളവരെ പരമാവധി ഉയർത്തും. അവരെ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ഒരു തട്ടിപ്പാണ്. കാരണം ഒരു സ്ഥാനത്തെത്തിയിട്ട് ഒരു കാസ്റ്റിനെ മുഴുവൻ OBC ആയിട്ട് ഡീഗ്രേഡ് ചെയ്യുമാറുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിക്കൊണ്ട് സവർണ ഫാസിസം മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഞങ്ങളിതാ താണവരെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞുള്ള സൗജന്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേമത്തിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രസങ്കല്പം മുമ്പോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വേടൻ്റെ പാട്ടിൽ വേടൻ ഉദ്ദേശിച്ച കാര്യം, വേടൻ പറയുന്ന മതേതരത്വം ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനല്ലെന്ന് മധുജിയെപ്പോലുള്ളവരോട് പറയുമ്പം അല്ലെങ്കിൽ ശശികല ടീച്ചറോട് പോലുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾക്കതിലൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താ? നിങ്ങൾ 1920-കൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യം 47-ലേക്ക് നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യം പോകുന്നതിന് മുമ്പ് ഇവിടെ അനുഭവിച്ച കുറേ സുഖങ്ങളുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്. ചിലർ നിങ്ങളുടെ ആ സൗകര്യങ്ങളെ ഇങ്ങനെ ബഹുമാന പുരസ്സരം അംഗീകരിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ആ സുഖങ്ങളെന്ന് അറിയണമോ? ആ സുഖങ്ങൾ അതിൻ്റെ ഭൂതകാല ചരിത്രം ഒക്കെ ഒന്ന് പരതുന്നു നല്ലതാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം, 20-ാം നൂറ്റാണ്ടിലെ കേരളം, കേരളത്തിലെ ജാതി വ്യവസ്ഥയും കേരളവും ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ പഠിക്കണം. ബഹുമാനപ്പെട്ട ബിനിൽ പോളിൻ്റെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലൂടെയെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ദൂഷ്യവശങ്ങൾ കൃത്യമായി സമൂഹത്തിൽ മനസ്സിലാകുന്ന വിധം ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്നൊന്നും പൊള്ളാത്ത നിങ്ങൾക്ക് എന്തേ വേടൻ്റെ പാട്ട് കേട്ടപ്പോൾ ഇത്ര കണ്ട് പൊള്ളുന്നതെന്നറിയണ്ടേ? ആ വാക്കിൽ അദ്ദേഹം നിറച്ചു വെച്ച ആശയത്തിൻ്റെ കനത്ത തീക്കനലുകൾ വല്ലാതെ പൊള്ളിച്ചിരിക്കുന്നു നിങ്ങളെ. അത് നിങ്ങളെ കൃത്യം തലയിൽ വീഴുമാറ്, അത് നിങ്ങളെ കത്തിച്ച് കളയുമാറ്, എരിച്ചു കളയുമാറ് ആ വാക്കുകൾ ആശയപരമായ പ്രതിസന്ധി നിങ്ങൾക്ക് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വേടൻ പറഞ്ഞത് മതേതരത്വമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വേടൻ എന്ന ഹിരൺ മുരളി അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആശയത്തിൽ ഈ അയ്യങ്കാളി മതേതരവാദിയാണ്, അതുപോലെ ശ്രീ നാരായണ ഗുരു മതേതരവാദിയാണെന്നൊക്കെയാണ്. ഇതിൽ ഇദ്ദേഹം വളരെ തെറ്റായ ഒത്തിരി കഥകൾ പറയുന്നുണ്ട്. അതിലൊന്ന് CK ചോദിയെക്കുറിച്ചാണ്, വെള്ളിക്കര ചോദിയെക്കുറിച്ചാണ്. വെള്ളിക്കര ചോദി എന്ന് പറയുന്ന ആൾ അദ്ദേഹം മതം മാറി, അയ്യങ്കാളി അതിന് മുൻകൈയെടുത്തു എന്നുള്ള കഥയാണ്. ഇത് അടുത്തതായിട്ട് പറയുന്നത് നിരവധി പേരെ ഗുരു തന്നെ മതം മാറ്റി, ഹിന്ദുക്കളെ മതം തിരിച്ചു മാറ്റിക്കൊണ്ടുവന്നു. ഇതൊക്കെ ഏത് ചരിത്രത്തെ ഉദ്ധരിച്ചാണ് പറയുന്നത്? ശ്യാംകുമാറിനെ പോലെയുള്ള ഡോക്ടർ ശ്യാംകുമാറിനെ പോലെയുള്ള സംസ്കൃത പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായ ചോദ്യം ചോദിച്ചിട്ടും ഉത്തരം പറയാൻ NR മധുവിനെ പോലെയുള്ള ആൾക്ക് ത്രാണിയില്ലാതെ പോയി. അപ്പോൾ ഈ ഗുരു ഒരിക്കലും ഹിന്ദു സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ല. മഹാത്മജിയുമായുള്ള ഗുരുവിൻ്റെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ വരുന്നുണ്ട്, ഹിന്ദു മതത്തിലാണോ മോക്ഷത്തിൻ്റെ വഴി? ഗുരു തീർച്ചയായിട്ടും പറയുന്നുണ്ട് മറ്റു മതങ്ങളിലും മോക്ഷ സിദ്ധാന്തം ഉണ്ടല്ലോ. പിന്നെയും പറയാണ്, ഗുരു പറയാണ്, നാം മതം വിട്ടിട്ട് മതത്തെ നിരാസിച്ചിട്ട് കാലമേറെയായി, കുറേ നാൾ മുമ്പേ ഞാനിതൊക്കെ വിട്ടതാണ്. ഇതേ ഗുരു പറയുന്നുണ്ട്, എനിക്ക് ദീക്ഷ തന്നത്, സന്യാസ ദീക്ഷ തന്നത് ബ്രിട്ടീഷുകാരാണ്.
ആ ദീക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദീക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് കൊടുത്തതെന്നൊക്കെ പറയുക, കോട്ടുമൊക്കെ കൊടുത്ത് ഈ ദീക്ഷ സ്ഥാപിക്കുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. അത് ഭാരതീയമായ ഏത് പാരമ്പര്യത്തിലാണ്? അങ്ങനെയെങ്കിൽ RSS ചിന്തകൻ പറയേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും ദീക്ഷ തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറയുമോ? ബ്രിട്ടീഷുകാർ സന്യാസം തന്നാൽ സ്വീകരിക്കാൻ പാകത്തിനുള്ളതാണോ? അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷുകാരൻ വന്ന് ശിരസിൽ കൈവച്ച് ഗുരുവിന് സന്യാസം കൊടുത്തു എന്നല്ല, മറിച്ച് ഗുരുവിനെ പോലുള്ള ആളുകൾക്ക് നിഷിദ്ധമായ മണ്ഡലത്തിലേക്ക് അദ്ദേഹം ഒരു സമൂഹത്തെ കരം പിടിച്ചുയർത്തിയിട്ട് താൻ പ്രതിഷ്ഠിക്കുന്ന ആ ദേവൻ്റെ സവിശേഷത ഒരു സവർണ ഗുരുവിനെ അല്ല, ഒരു സവർണ ശിവനെ അല്ല താൻ പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന തെറ്റായ ചിന്തയ്ക്കെതിരെയാണ് ഗുരു തൻ്റെ ആശയങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വലിയ വെല്ലുവിളി മുഴക്കുന്നത്. അദ്വൈത സിദ്ധാന്തങ്ങൾക്ക് പൂണൂലണിയിക്കുന്ന ആ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഗുരുവിൻ്റെ കലഹം അത് തീർച്ചയായിട്ടും ഒരു മതേതരവാദിയുടെ കലഹമാണ്. അവരെയൊക്കെ ഈ വേടനെപ്പോലുള്ള ആളുകൾ വന്നിട്ട് മതേതരവാദിയാക്കുകയല്ല, അവർ മതേതരവാദികൾ തന്നെയാണ്. അതാണ് വസ്തുത. ഇനി അയ്യങ്കാളിയിലേക്ക് വരാം. അയ്യങ്കാളി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിനൊന്നും വേണ്ടി വാദിച്ച ആളല്ല. അയ്യങ്കാളിക്ക് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞെന്താ, എൻ്റെ സമൂഹത്തിൽ എനിക്ക് 100 BA-ക്കാരെ കാണണം, ഇതാണ് കാണാനായിട്ട് ആഗ്രഹിച്ചത്. 10 BA-ക്കാരെ കാണണം, അങ്ങനെയാണ്. അതിലെ വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ BA-ക്കാരെ കാണണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എത്രയോ 10 മടങ്ങായി കോടിക്കണക്കിനായിട്ട് ആ സമൂഹത്തിൽ നിന്ന് ആളുകൾ വളർന്നു. ഇനി BA-ക്കാരെ കാണണമെന്ന് ആഗ്രഹിച്ച അയ്യങ്കാളി എങ്ങനെയാണ് എൻ്റെ സമൂഹത്തിൽ നിന്ന് 10 തന്ത്രിമാരുണ്ടാകണമെന്നാണോ? എൻ്റെ സമൂഹത്തിൽ നിന്ന് 10 പൂജാരിമാരുണ്ടാകണമെന്നാണോ? എൻ്റെ സമൂഹത്തിൽ നിന്ന് കുറേ ക്ഷേത്രത്തിലെ ഏതെങ്കിലും അമ്പലവാസികൾ ഉണ്ടാകണമെന്നാണോ? ഇതൊന്നുമല്ല ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ തൻ്റെ സമൂഹത്തിനുണ്ടായിരുന്നു. എൻ്റെ മകളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം ചെയ്യാൻ പഞ്ചമിക്ക് പഠിക്കാൻ അനുവാദമില്ലെങ്കിൽ നിൻ്റെയൊക്കെ പറമ്പുകളിൽ, നിൻ്റെയൊക്കെ വയലുകളിൽ മുട്ടിപ്പുല്ല് ഉരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമരം നയിച്ച ആളാണ് സാക്ഷാൽ അയ്യങ്കാളി. അത് ഈ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരൊക്കെ ഇതിനെ കർഷക സമരമായിട്ട് ചുരുക്കി കാണാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന സമരങ്ങൾ എപ്പോഴും വർഗവിപ്ലവം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ഏതായാലും അത് വർഗവിപ്ലവമൊന്നും ആയിരുന്നില്ല. 2 വർഗ്ഗങ്ങൾ, തൊഴിലാളി മുതലാളി ചേർന്ന് സംഘടനമൊന്നും ആയിരുന്നില്ല. മറിച്ച് എന്താണ്, അവർണ സവർണ സംഘടനം തന്നെയാണ്, ആശയപരമായ ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നത്. അല്ലെങ്കിൽ NR മധുവും അദ്ദേഹം നയിക്കുന്ന പ്രത്യയശാസ്ത്രവും വേടൻ നയിക്കുന്ന പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു പ്രാക്തന രൂപമാണ് ശരിക്കും അന്ന് നടന്നത്. അപ്പോൾ ഇന്ന് വേടൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ രക്ഷകർത്താക്കൾ ഞങ്ങളാണെന്നും ഞങ്ങളിൽ പെട്ടവരാണ് അവരെന്നും സ്ഥാപിച്ചെടുക്കാനുള്ള RSS മേധാവിയുടെ വ്യഗ്രത അല്ലെങ്കിൽ കേസരിയുടെ വ്യഗ്രത ഈ രാജ്യത്തിലെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി മറ്റൊന്നുകൂടി അദ്ദേഹം സ്ഥാപിച്ചു വെക്കുന്ന അടുത്ത കാര്യം, ഈ വേടനെപ്പോലുള്ള ആളുകളുടെ പാട്ടിൽ യാസർ അരാബാത്തിനെയും അതുപോലെ തന്നെ ഇസ്ലാമിക ചിന്തകൾ, അതായത് ചീനാനിൻ ചെങ്കൊടി താരെ ഖുറാൻ എരിഞ്ഞതിന് മണം പരന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ജിഹാദികളുടെ ഒരു കൈയുണ്ടെന്നാണ്. ഇത് വലിയൊരു രസകരമാണ്. ഇപ്പം ഞാൻ ജിഹാദികളെ വിമർശിക്കുന്ന ആളാണ്. എൻ്റെ വീഡിയോകളിൽ ഏതാണ്ട് 50% ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ലോക ഭീകരവാദമാകുന്ന ജിഹാദി മൂവ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ വാദങ്ങളുണ്ട്. അന്ന് ജിഹാദികൾ പറയുന്ന എൻ്റെ പിന്നിൽ RSS ആണെന്നാണ്. അപ്പോൾ അടുത്തത്, ഇനി ഞാൻ കുറേ നാൾ RSSനെ വിമർശിച്ചു എന്ന് വിചാരിക്കുക, ജിഹാദികൾ നാളെ ഓടിച്ചെന്ന് പറയും, അത് നന്നായി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഒത്തിരി കമൻറ്റുകൾ വന്ന സമയമുണ്ട്. ഞാനെപ്പോഴും പറയും, എനിക്ക് ജിഹാദികളെ വിമർശിക്കാൻ സംഘപരിവാരത്തിൻ്റെയോ സംഘപരിവാരങ്ങളെ വിമർശിക്കാൻ ജിഹാദിയുടെ സപ്പോർട്ട് വേണ്ട. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യവാദിയാണ്. എനിക്ക് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ സപ്പോർട്ട് വേണ്ട. പൗരൻ എന്ന നിലയിലുള്ള എൻ്റെ അവകാശമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ, നിങ്ങൾ ജിഹാദിക്കെതിരെ പറയുമ്പോൾ നിങ്ങളുടെ സ്പോൺസർ സംഘപരിവാരമായിട്ട് മാറും. ഇനി സംഘപരിവാരത്തെ വിമർശിച്ചു പോയാലോ, നിങ്ങളുടെ സ്പോൺസർ ആരാണ്? ജിഹാദിയാണ്. അതിൻ്റെ പിന്നിൽ ഭയങ്കര സംഭവമുണ്ട്, അതിൻ്റെ പിന്നിൽ രഹസ്യ അജണ്ടയുണ്ട്. എൻ്റെ സുഹൃത്തെ, ഒരു മനുഷ്യൻ്റെ ചിന്താപരമായ നിലപാടുകൾക്കും നിഗമനങ്ങൾക്കും അയാൾക്ക് സ്വതന്ത്രബോധമില്ലെന്ന് നിങ്ങളെ ആരാ പഠിപ്പിച്ചേ? ഇനി നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നതാണോ മര്യാദ? ആശയത്തെ ആശയം കൊണ്ട് എതിർക്ക്, പിന്നിലുള്ളവരെ ആ രീതിയിലും എതിർക്ക്. അപ്പോൾ നിങ്ങളുടെ ചിന്ത എന്താ? വേടന് സ്വതസിദ്ധമായൊരു ചിന്ത എടുക്കാൻ സ്വാതന്ത്ര്യമൊന്നുമില്ല, അത് ജിഹാദി സഹായിച്ചെങ്കിലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ജിഹാദികളെക്കുറിച്ചും യാസർ അരാബാത്തിനെ കുറിച്ചും പറയാം. നോക്കണം, പാവപ്പെട്ട പാലസ്തീനികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ പെട്രോൾ ഡോളർ വാരിക്കൂട്ടിയ ഒരു നിഷ്ഠൂരൻ്റെ പേരാണ് യാസർ അരാബാത്ത്. എനിക്കത് പറയാൻ ഒരു മടിയില്ല. അതായത് ഇന്ത്യയിലെ RSSൻ്റെ മറ്റൊരു വേർഷനാണ് മറ്റു രാജ്യങ്ങളിലെ ISIS. നിങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ദേശീയ ഭീകരതയെങ്കിൽ ഒന്ന് ലോക ഭീകരതയാണ്. ഇത് രണ്ടും മനുഷ്യത്വ വിരുദ്ധമാണ്.
ഒരാൾ പ്രവാചകൃതികളെയും ഖുറാനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിലെ ചിന്തകളെ കണ്ടുകൊണ്ട് ഒരു കൂട്ടർ പാൻ ഇസ്ലാമിക് രാജ്യം ലോകത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഒരു സുൽത്താനേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണം, ഈ ചിന്തയോടെ, ഈ ഹിഡൻ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന കുറേ ഇസ്ലാമിസ്റ്റുകൾ, കുറേ അല്ല ഭൂരിപക്ഷം വരുന്ന ഇത്തരത്തിലെ ചിന്തകന്മാർ, ഈ കൃതികൾ പഠിച്ചിട്ടുള്ളവരെല്ലാം അങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അവരല്ല യഥാർത്ഥ ഇസ്ലാം, ഇതെൻ്റെ ഇതാണ് യഥാർത്ഥ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുറാനിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താധാരകളെ പുൽകുന്ന ആളുകൾ തന്നെയാണ്. ഐസീസും യാസർ അറാഫാത്തും സദ്ദാം ഹുസൈനും ബിൻ ലാദനും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. കാരണം കൃതികൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. യഥാർത്ഥ ഹിന്ദു ആരാന്ന് വെച്ചാൽ ഞാൻ പറയാതെ RSS ആണ്. കാരണം എന്താ, നിങ്ങളാണ് ശരിക്കും ചാതുർവർണ്ണയത്തെ പരോക്ഷമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പ്രത്യക്ഷമായിട്ടായിരുന്നു പണ്ട്. ഇപ്പം മതേതര ലോകത്ത് അത് സാധ്യമല്ലെന്നും ജനാധിപത്യം വളർന്ന ക്രമത്തിൽ അത് അങ്ങനെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ലെന്നും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ വിറക് വെട്ടികളെ, വെള്ളം കോരികളെ വേഷം മാറ്റിയിട്ട് പ്രധാനപ്പെട്ട തസ്തിയിലൊക്കെ നിർത്തിയിട്ട്, എന്നിട്ട് തന്നെ എന്താ അവരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ക്ഷേത്രം മുഴുവൻ കഴുകി ശുദ്ധിയാക്കേണ്ടി വന്നില്ലേ, ശുദ്ധികലശം നടത്തേണ്ടി വന്നില്ലേ? ദലിത് വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ചണ്ടാള വിരുദ്ധമായ, ആര്യബ്രാഹ്മണ ബോധത്തിൽപ്പെട്ട ഒരു ചിന്താധാര അല്ലാതെ ആ രാഷ്ട്രീയത്തിൽ ഉള്ളടക്കമൊന്നുമില്ല. എന്നിട്ട് ബാക്കി മനുഷ്യരെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടുകണ്ട നികൃഷ്ടമായ പെരുമാറ്റം നടത്തുക, അതല്ലേ ഇവിടെ കാണുന്നത്. ഇനി വേടൻ്റെ പാട്ടുകളിൽ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ജിഹാദിയാണെങ്കിൽ നിങ്ങൾക്കതിനോട് വിയോജിക്കാം, ആശയത്തോട് വിയോജിക്കാം. ഇവിടെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞാൻ ജിഹാദിയെ പിന്തുണയ്ക്കുന്ന ആളല്ല. യാസർ അറാഫാത്തിലോ റോഹിംഗ്യൻ അഭയാർത്ഥികളിലോ ഏതെങ്കിലും തരത്തിലെ നന്മയുണ്ടെന്ന് കാണാൻ എനിക്ക് യാതൊരു വിധത്തിലും കഴിയില്ല. പക്ഷേ അങ്ങനെ കാണാനുള്ള വേടൻ്റെ സ്വാതന്ത്ര്യം അത് അയാൾക്ക് വലുതാണ്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ഇനി അങ്ങനെ കാണാനുള്ള ഏതൊരാളുടെയും സ്വാതന്ത്ര്യം വലുതാണ്. ചുരുക്കത്തിൽ ഒരു ഇന്ത്യക്കാരന് അദ്ദേഹം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് റോഹിംഗ്യൻ അഭയാർത്ഥികളാകട്ടെ, യാസർ അറാഫാത്താകട്ടെ, ചീനയിൽ നടക്കുന്ന മറ്റേതെങ്കിലും തരത്തിലെ ഇസ്ലാമിക വിരുദ്ധ നിലപാടാകട്ടെ, അതിനെ വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതേ സമയത്ത് അതിനെ തിരിച്ച് വിമർശിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഇത് രണ്ടും അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വേടൻ ഇവിടെ കുറിക്കുകൊള്ളുന്ന ചില ആശയങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ ആശയം എന്താ? ആ വാദം എന്താ? ആ വാദം ചെന്നു കൊള്ളുന്നത് ജാതി മേധാവിത്വത്തിൻ്റെ പൂളിലടിഞ്ഞ നിങ്ങൾക്ക് നേരെയാണ്, നിങ്ങളുടെ ആശയങ്ങൾക്ക് നേരെയാണ്. ആ ജാതി മേധാവികളെ എന്നും വാഴ്ത്തിപ്പാടി അവരുടെ പാദം കഴുകി അവരുടെ മുമ്പിൽ വളഞ്ഞു നിന്ന് സ്ഥാനമാനങ്ങൾ കരഗതമാക്കിയ ഒരു ശൂദ്ര സംസ്കാരത്തിനെതിരെയാണ്. ആ ശൂദ്രന്മാർ ഒരേ സമയം രണ്ടു തരം മെയ്വഴക്കമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ രാജ്യത്ത്. ഒന്നെന്താ, ബ്രാഹ്മണൻ്റെ പാദസേവ ചെയ്യുക, പറ്റിയാൽ തങ്ങളുടെ സ്ത്രീജനങ്ങളെ മുഴുവൻ ഈ ബ്രാഹ്മണർക്ക് മേയാൻ വിട്ടുകൊടുക്കുക, എന്നിട്ട് അതിലൂടെ ഉണ്ടാകുന്ന ജാരസന്തതികളെ അഭിമാന പുരസരം വളർത്തിയിട്ട് ഇത് മഹത്തരമാണ്, ഇത് ശ്രേഷ്ഠമാണ്, ഇത് തറവാടിത്തമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് ഈഴവരാതിയായ പിന്നോക്കരോട് അപ്പാർത്തീട് കൊണ്ട് അവരെ ഞെരുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് ബ്രാഹ്മണനിൽ നിന്ന് കിട്ടിയ അടിയുടെ ക്ഷതത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ ക്ഷതം പറ്റിയ ആ മുറിവുകളുണ്ടല്ലോ, ആ മുറിവുകളുടെ വേദന മുഴുവൻ ഈഴവനെ പീഡിപ്പിക്കുക വഴി, അവനെ 32 അടി അകലെ നിർത്തുക വഴി കുറേയൊക്കെ ഇങ്ങനെ സഹിച്ചു പോവുക, കുറേയൊക്കെ ഒരു സാഡിച്ച് സുഖം അനുഭവിക്കുക. ഇനി ഈഴവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവൻ അനുഭവിച്ച കുറേ തരം വ്യതകൾ ശൂദ്രനിൽ നിന്ന് വന്നു. ആ ശൂദ്രനിൽ നിന്ന് അനുഭവിച്ച മുറിവുകളെ മുഴുവൻ നേരെ ദലിതനിലേക്ക് ഇട്ടിട്ട് അവൻ ആശ്വസിക്കുക. ഇനി ദലിതൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ തന്നെയുള്ള വ്യത്യസ്തമായ ഉപജാതി ശ്രേണിയുണ്ട്. അതിലെ ഒരു മേധാവി എന്ന് കരുതുന്ന വർഗം തൊട്ട് താഴെയുള്ളവനെ ഞെരുക്കുക. ഇങ്ങനെ തൻ്റെ ദുഃഖം മുഴുവൻ അപരനെ ശിക്ഷിച്ചുകൊണ്ട് സുഖമാസ്വദിക്കാൻ പഠിപ്പിച്ച ഒരു മനസ്മൃതിയില്ലേ? അതല്ലേ നിങ്ങൾ 1947 ജൂലൈ 22 ഓർഗനൈസറിൽ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കാവിക്കൊടി തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയല്ല അംഗീകരിക്കുന്നത്. ഇനി 48 മഹാത്മജിയെ വെടിവെച്ചു കൊല്ലുന്നത് നിഷ്ഠൂരം. ആ മഹാത്മജിയെ വെടിവെച്ചു കൊന്ന ആളിന് ഇപ്പോൾ ഗുജറാത്തിലൊരു ക്ഷേത്രമുണ്ട്, അവിടെ ആളുകൾ വന്ന് പൂജിക്കുന്നുണ്ട് അച്യുത് പവൻ ബ്രാഹ്മണനെ. ഇനി എന്താണ് 50 പറഞ്ഞത്? നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയല്ല പരമപ്രധാനം, മനുസ്മൃതിയാണ് പരമപ്രധാനം. ഇതൊക്കെ ഒരു ഭാവനയ്ക്കപ്പുറത്തേക്ക് ആര് ഇന്ത്യ ഭരിച്ചാലും, ഇനി എന്നാ മഹാഭൂരിപക്ഷത്തോടെ നിങ്ങൾ ഇന്ത്യ ഭരിച്ചാലും മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരാനൊന്നും ഒരാക്കവും ഈ രാജ്യത്തിലെ ഒരു സംഘപരിവാറുകാരനുമില്ല. കാരണം മനുഷ്യ മനസാക്ഷി അതിന് മീതെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം, ആധുനിക സാങ്കേതിക വിദ്യ, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം ഇതൊക്കെ വളർന്നിട്ട് ഈ മതേതര ബോധവും ചിന്താപരതയും മനുഷ്യനിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് NR മധുമാരുടെ ഇത്തരം മോഹങ്ങൾ തൽക്കാലം പോക്കറ്റിൽ മടക്കി വെക്കാനല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അങ്ങയോട് സർവ്വവിധ ആദരവും പുലർത്തിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ, വേടൻ പ്രൊജക്റ്റ് ചെയ്ത, അദ്ദേഹം പറഞ്ഞ ആ ചിന്തയിൽ, അദ്ദേഹം മുമ്പോട്ട് വച്ച ആശയങ്ങളിൽ തീർച്ചയായും നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന, നിങ്ങളെ പൊള്ളിക്കുന്ന ആശയങ്ങളുണ്ട്. അത് സ്വതസിദ്ധമായി സംഘപരിവാരങ്ങളുടെ, മനുഷ്യത്വ വിരുദ്ധതയുടെ, ദലിത് വിരുദ്ധതയുടെ, ഇസ്ലാം വിരുദ്ധതയുടെ, ക്രിസ്തീയ വിരുദ്ധതയുടെ, ഇതരമത ധ്വംസനങ്ങളുടെ നേരെയുള്ള ആക്രമണം തന്നെയാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ നാരായണ ഗുരുവാകട്ടെ, സാക്ഷാൽ അയ്യങ്കാളിയാകട്ടെ,
അവരാരും RSSൻ്റെയോ സംഘപരിവാരങ്ങളുടെയോ നിർവചനങ്ങൾക്ക് വഴങ്ങുന്ന വിധത്തിലുള്ള ആളുകളായിരുന്നില്ല. അവർ തികച്ചും ജാതി മ്ലേച്ഛതയ്ക്കെതിരെ സംഘപരിവാരങ്ങളും ചിത്പവൻ ബ്രാഹ്മണന്മാരും ഇവിടെ കെട്ടിപ്പൊക്കിയ, അല്ലെങ്കിൽ വിഷ്ണു കെട്ടിപ്പൊക്കിയ, അല്ലെങ്കിൽ മനുസ്മൃതിയിൽ രൂപപ്പെട്ടു വന്ന, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തെ രൂപപ്പെടുത്തുന്ന ആശയധാരകൾക്കെതിരെ കലഹിച്ചുകൊണ്ട് രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ ജനാധിപത്യപരമായ ജീവിത സൗകര്യങ്ങൾ സംജാതമാകണം, അതിനുവേണ്ടി വാദിച്ച മനുഷ്യരാണ്. ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം. താങ്കൾ ചോദിക്കുക, ഈ ക്രിസ്ത്യാനിറ്റിയിലൊന്നും എന്തുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകന്മാരുണ്ടായില്ല? ചരിത്രം പഠിക്കാഞ്ഞിട്ടാണോ അതോ വിവരം ഇല്ലാഞ്ഞിട്ടാണോ? എന്താണ് അങ്ങേക്ക് സംഭവിച്ചെന്നൊരു പിടിയില്ല. എന്നും ഈ ബെഞ്ച് ഓഫ് തോട്ട്സും അല്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങളും ഒക്കെ മാത്രം വായിച്ചുറങ്ങാൻ ശ്രമിക്കരുത്. താങ്കൾ ചരിത്രം പഠിക്കണം. സുഹൃത്തെ, 85 ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയത് ഈ രാജ്യത്തിലെ നിങ്ങൾ പാതിരിമാരെന്ന് ആക്ഷേപിക്കുന്ന സുവിശേഷകരാണ്. 125 ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയത് നിങ്ങൾ ആക്ഷേപിക്കുന്ന ക്രൈസ്തവരാണ്. ഇന്നും നിങ്ങളുടെ അടക്കമുള്ള കുഞ്ഞുങ്ങൾ മഹാഭൂരിപക്ഷം പഠിക്കുന്നത് ഇന്ത്യയിലെ 1ാം നിര ക്രൈസ്തവ സ്കൂളുകളിലാണ്. അർണോസ് പാതിരിയെപ്പോലെ, ഹെർമൻ ഗുണ്ടർട്ടിനെ പോലെ, അതുപോലെ ജോൺ ഹോക്സിനെ പോലെ, നമ്മുടെ ആദരനായ വില്യം കേരിയെപ്പോലെ നൂറുകണക്കിന് ആളുകളുടെ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കതൊക്കെ അറിയാം. നോക്കണം, രാജ്യം തപാൽ സ്റ്റാമ്പ് ഇറക്കി ആദരിക്കത്തക്ക വിധത്തിൽ ശ്രദ്ധേയരായ പണ്ഡിത രമാബായി അറിയോ? 1960-ലാണ് രാജ്യം തപാൽ സ്റ്റാമ്പ് അവരുടെ പേരിൽ പുറത്തിറക്കുന്നത്. ഒരു ബ്രാഹ്മണ സ്ത്രീയായി ജനിച്ചു വളർന്ന് ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെ പടപൊരുതിക്കൊണ്ട് സ്ത്രീ വിദ്വേഷികളായ ഈ രാജ്യത്തിലെ ഹിന്ദുമതത്തിൻ്റെ പ്രമാണിമാർക്കെതിരെ പടപൊരുതിക്കൊണ്ട് ഏറ്റവും ശക്തമായ ഒരു സ്ഥാപനം പൂനെയിൽ ഉണ്ടാക്കിക്കൊണ്ട് മുക്തി മിഷൻ രൂപീകരിച്ചുകൊണ്ട് സ്ഥിതി തള്ളിക്കളഞ്ഞ ആളുകളെ തെരുവിൽ നിന്ന് പെറുക്കിയെടുത്ത് ഈ സ്ത്രീകൾക്ക് വേണ്ടി സ്വയം പര്യാപ്തതയുള്ള തൊഴിൽ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും രൂപപ്പെടുത്തുകയും ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണമെന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട് മറാത്തി ഭാഷയിൽ ലിപിയും അന്തർക്ക് വായിക്കാൻ പാകത്തിലുള്ള ലിപികളും സൗകര്യങ്ങളും സംജാതമാക്കിക്കൊണ്ട് അതിശക്തമായ നവോത്ഥാനം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയതാരാണ്? പണ്ഡിത രമാബായി എന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗാമിയാണ്. ഇന്ത്യയിലേക്ക് വന്ന വില്യം കേരി ചെയ്തത് എന്താണ്? ബൈബിളിൻ്റെ സാർവത്രികത, അത് ആ ഭാഷയിൽ ഏതാണ്ട് 28-ൽ പരം ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ ജനകീയമാക്കി. ഒരുപക്ഷെ നിങ്ങൾക്കത് ഗൗരവമായി തോന്നില്ലായിരിക്കാം. മറുഭാഗത്ത് ഇന്ത്യൻ പുരാണങ്ങൾ പലതും രാമായണമടക്കം ഇംഗ്ലീഷിലേക്ക് വഴിമാറ്റം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയ്ക്കും സാർവത്രികത ഉണ്ടാക്കിയെടുത്ത ഒരു മഹാനുഭവനാണ്. ഇന്ത്യയിൽ ആദ്യമായി BA MA എന്നുള്ള ഈ ബിരുദങ്ങളൊക്കെ ഇന്ത്യക്കാരൻ കണ്ടണഞ്ഞത്, മനസ്സിലാക്കിയത്, അനുഭവിച്ചത്, പഠിച്ചത് വില്യം കേരിയുടെ സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൽ നിന്നാണ്. ഇനി കേരളത്തിലേക്ക് വരിക, അച്ചടി എടുക്കാം, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കാം, ആതുരാലയങ്ങളുടെ കണക്കെടുക്കാം. ഇവിടെയെല്ലാം ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കാതെ എല്ലാ സമൂഹത്തിലുംപ്പെട്ട മനുഷ്യർക്ക് അക്ഷരം കൊടുത്തത് ഇവിടേക്ക് വന്ന മിഷണറിമാരാണ്. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൽ അതിശ്രദ്ധേയമായ ഇത്തരം ഇടപെടലുകൾ നടത്തിയ മിഷണറി വര്യന്മാരുടെ പ്രവർത്തനങ്ങളെ നിങ്ങളും നവോത്ഥാന ചരിത്രകാരന്മാരും ഒക്കെ പാടെ വിസ്മരിച്ചിട്ടുണ്ട് എന്ന് കരുതി ചരിത്രമല്ലാതായി തീരുന്നില്ല എന്നുകൂടി പഠിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം അങ്ങേക്ക് മുറിവേൽക്കില്ല എങ്കിൽ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷേ സരസ്വതിയെപ്പോലുള്ള ദൈവങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയാണ്. പക്ഷെ അവർക്ക് ദലിതർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യമില്ല, ഈഴവന് വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യമില്ല. എന്നിട്ടും വിവരമില്ലാത്ത ഈഴവനും ദലിതനും സരസ്വതി പൂജ നടത്തുകയാണ്. തനിക്ക് വിദ്യാഭ്യാസം തരാത്ത സരസ്വതിക്ക് മുമ്പിൽ കൈകൂപ്പുന്ന ദലിതൻ്റെ ഗതികടെ, തനിക്ക് വിദ്യാഭ്യാസം തരാത്ത ഈ സരസ്വതിക്ക് മുമ്പിൽ കൈകൂപ്പുന്ന മറ്റ് പിന്നോക്കൻ്റെ ഗതികടെ ദലിതരും ആദിവാസികളും മറ്റ് പിന്നോക്കരും ധരിക്കേണ്ടത് നിങ്ങൾക്ക് വിദ്യ തന്നത് ഒരു സരസ്വതിയുമല്ല, ഇന്ത്യയിലെ ഒരു ദൈവങ്ങളുമല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും മതപ്രമാണിമാരല്ല. തികച്ചും അഭിമാന പുരസ്സരം പറയും, അത് ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വന്ന യേശുവിൻ്റെ അനുഗാമികളാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ ബഹുമാനിക്കണോ സരസ്വതിയെ ബഹുമാനിക്കണോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ എനിക്ക് സരസ്വതിയോട് പ്രത്യേകിച്ച് ബഹുമാനവുമില്ല അപമാനവുമില്ല. ഞങ്ങളുടെ സഹോദരങ്ങളായ ഹിന്ദുക്കളിലെ സവർണർ പൂജിച്ചു പോരുന്ന ഈ ദൈവങ്ങളോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു എതിർപ്പുമില്ല. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ദൂരത്തുനിന്ന് പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ അകലത്ത് നിന്ന് കണ്ട് ഇതെന്താണെന്നറിയാതെ സായുജ്യമടഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ഭൂതകാല നൊമ്പരം പേറുന്ന ഒരു എളിയ സഹോദരൻ എന്നുള്ള പറയട്ടെ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ, പിടിച്ചു കെട്ടാനാവാത്ത വിധത്തിൽ അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും പുത്തൻ ലോകത്തുകൂടി പ്രചോദിപ്പിച്ച് ഞങ്ങളെ മുമ്പോട്ടയച്ചത് വിശുദ്ധ ബൈബിളും അതിൻ്റെ പ്രാണേതാക്കളുമാണ്. അതുകൊണ്ട് ഞങ്ങളോട് നവോത്ഥാന ചരിത്രം നിങ്ങൾ ചോദിക്കാതിരിക്കുക. അഥവാ ചോദിച്ചാൽ നല്ല ചുട്ടുകൊള്ളുന്ന മറുപടി വേടൻ പറഞ്ഞതിനേക്കാൾ ഗ്രാവിറ്റിയിൽ, അതിനേക്കാൾ നീറുന്ന വിധത്തിൽ പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും. അത് ഞങ്ങളുടെ അനുഭവങ്ങൾ കൂടി അധിഷ്ഠിതമായ വസ്തുതാപരമായ കാര്യമാണ് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട NR മധു സാറിൻ്റെ
ഇത്തരത്തിലെ നിരീക്ഷണങ്ങളിലെ അപക്വമായ ഒരു സമീപനം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.